ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ തമ്മിൽ കണ്ടതുപോലെ തന്നെ പിരികം പെട്ടെന്ന് വളരാം, അതിന് പറ്റിയിട്ടൊരു റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മിക്കൻ്റെ പ്രശ്നമാണ് പിരികം കൊഴിഞ്ഞുക, പിരികത്തിന് തിക്കുണ്ടാവാണ്ടിരിക്കുക, പിന്നെ കറുപ്പ് നിറം ഇല്ലാണ്ടിരിക്കുക. ഇത് നമുക്ക് തലയിൽ താരനുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിയണ പോലെ തന്നെ നമുക്ക് നമ്മുടെ പിരികം കൊഴിയുക. അപ്പം ഇതൊക്കെ മാറ്റി നമ്മുടെ പിരികം നല്ലപോലെ വളരാനും പിരികത്തിന് നല്ല തിക്ക് ഉണ്ടാവാനും പിരികത്തിന് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒരു റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് മറത്ത് കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഈ ഒരു റെമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ചുവന്നുള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുത്തി കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ. ഇപ്പം ഞാനിത് നല്ലോണം കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പിരികത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പിരികത്തിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും പിന്നെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പിരികം നല്ല കട്ടിക്ക് വളരാനും ഇങ്ങനെ ചെയ്യേണ്ടത് നല്ലതാട്ടോ. നല്ലോണം അമർത്തി കൊടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നല്ല പോലെ നീറൂട്ടാം. എന്നാലും സാരില്ല, നമുക്ക് നമ്മുടെ പിരികം വളരാനല്ലേ. ഒരു മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നല്ലപോലെ നീറിട്ട്. അപ്പം എൻ്റെ പോലെ കണ്ണിങ്ങനെ അടച്ചു വെച്ച് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതിൻ്റെ നീര് ഞാൻ പിരികത്തിൽ നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്. അപ്പം ഇനി അടുത്തായിട്ട് പിരികത്തിലിടാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ഉണ്ടാക്കാം കേട്ടോ. രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാസ്റ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 തുള്ളി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൽ നിന്ന് വേണ്ട. ഇനി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ പിരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഡെയിലി തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിരികം നല്ല കട്ടിക്ക് നല്ല കറുപ്പോടെ വളരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 30 മിനിറ്റ് നമുക്കിത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് നിങ്ങൾ റെഗുലറായിട്ട് 2 ആഴ്ച വരെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതിന് കമൻറ്റിൽ നിന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലായിരിക്കും.